കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം അനുദിനം പ്രശ്നങ്ങൾ കൊണ്ട് സങ്കീർണമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും നിർണായകമായ പങ്ക് വഹിക്കുന്ന സ്ഥാപനങ്ങളാണല്ലോ സർവകലാശാലകൾ. കേരളത്തിൽ വിവിധ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി വിവിധ മേഖലകളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ 14 സർവകലാശാലകൾ പ്രവർത്തിക്കുന്നുണ്ട്. മലയാളം സർവകലാശാല, അതുപോലെ സംസ്കൃത പഠനത്തിന് ഊന്നൽ കൊടുക്കുന്ന കാലടി ശ്രീശങ്കര സർവകലാശാല, അതുപോലെ ഫിഷറി സംബന്ധിച്ച പഠനത്തിനുള്ള ഫിഷറി സർവകലാശാല, കാർഷിക സർവകലാശാല, സാങ്കേതിക സർവകലാശാല, ഇങ്ങനെ വിവിധ മേഖലകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് 14 സർവകലാശാലകൾ കേരളത്തിൽ സ്ഥാപിതമായിട്ടുണ്ട്. ഈ സർവകലാശാലകളാണ് യഥാർത്ഥത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തെ പൂർണ്ണമായി നിയന്ത്രിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ ചട്ടങ്ങൾ അനുസരിച്ച് ഇന്ത്യയിൽ ആകമാനമുള്ള സർവകലാശാലകൾ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. അത് ഗവൺമെന്റിന്റെ ഏതെങ്കിലും പ്രത്യേക വകുപ്പായിട്ടല്ല അതിനെ പരിഗണിക്കുന്നത്. ആ സർവകലാശാലകളുടെ ഒക്കെ ഭരണം നിയന്ത്രിക്കുന്നത് ഉന്നത പദവിയുള്ള പ്രശസ്തരായിട്ടുള്ള അക്കാദമിഷ്യന്മാരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന വൈസ് ചാൻസലർമാരാണ്. അവിടെയും ജനാധിപത്യ സമ്പ്രദായം അനുസരിച്ച് ഭരണം നടത്തുന്നതിനായി സെനറ്റ്, അതുപോലെ തന്നെ ദൈനംദിന ഭരണത്തിന് മേൽനോട്ടം നടത്തുന്നതിനായി സെനറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന സിൻഡിക്കേറ്റ് തുടങ്ങിയ സമിതികളുണ്ട്. ഇതിൻ്റെ എല്ലാം കൂട്ടായിട്ടുള്ള പ്രവർത്തനം കൊണ്ടാണ് സർവകലാശാലകൾ സ്വയംഭരണ സ്ഥാപനങ്ങളായി നിലനിന്ന് പോകുന്നത്. ഇവയ്ക്കെല്ലാം സാമ്പത്തിക സഹായം നൽകുന്നതും ചട്ടങ്ങൾ കാലാകാലങ്ങളിൽ നിർദ്ദേശിക്കുന്നതും UGC എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥാപനമാണ്. കോടിക്കണക്കിന് രൂപയാണ് UGC ഇന്ത്യയിലെ ഓരോ സർവകലാശാലയ്ക്കും ഓരോ വർഷവും വികസന പ്രവർത്തനങ്ങൾക്കായിട്ടും സ്കോളർഷിപ്പ് ഇനത്തിലും ഫെലോഷിപ്പ് ഇനത്തിലും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാം നേടിയെടുക്കുക എന്ന ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഓരോ സർവകലാശാലയിലും വൈസ് ചാൻസലർമാരായിരിക്കുന്നവർക്കുള്ളത്. എന്നാൽ സങ്കടകരം എന്ന് പറയട്ടെ, ഖേദകരം എന്ന് പറയട്ടെ, കേരളത്തിലെ ഇന്ന് 9 സർവകലാശാലകളിൽ പൂർണ്ണ സമയ വൈസ് ചാൻസലർമാർ ഇല്ല എന്നുള്ളത് അത്യന്തം ഖേദകരമാണ്, വളരെയേറെ ദുഃഖമുണ്ടാക്കുന്നതുമാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ദുഃഖം എന്ന് പറഞ്ഞതിന്റെ പ്രത്യേക കാരണം ഇതിന്റെ ദുരന്തങ്ങൾ അനുഭവിക്കുന്നത് ഉന്നത സ്ഥാനീയരല്ല, മറിച്ച് ലക്ഷക്കണക്കിനുള്ള പാവപ്പെട്ട വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളുമാണ്. അവർക്ക് പഠിക്കാനുള്ള സൗകര്യം, ഉന്നത പഠനത്തിനുള്ള സാഹചര്യം, ഇതെല്ലാം ഒരുക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം സർവകലാശാലകൾക്കാണ്. നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പരിദേവനം എന്ന് പറയുന്നത് കേരളത്തിലെ വിദ്യാർത്ഥികൾ മുഴുവൻ കേരളത്തിന് പുറത്തേക്കും ഇന്ത്യക്ക് പുറത്തേക്കും ഉപരിപഠനത്തിനായും തൊഴിലന്വേഷിച്ചും പോകുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ പരക്കെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരുടെ അസാന്നിധ്യമാണ്. താൽക്കാലിക ചുമതല വഹിക്കുന്ന വൈസ് ചാൻസലർമാരാരും തന്നെ നയപരമായ തീരുമാനങ്ങൾ എടുക്കുകയോ അതുപോലെ തന്നെ സ്ഥായിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയോ ചെയ്യാറില്ല. അതുകൊണ്ട് കേരളത്തിലെ സർവകലാശാലകളുടെ വളർച്ചയൊക്കെ മുരടിച്ചിരിക്കുകയാണ്. എന്തിനു പറയട്ടെ, ബിരുദം നേടുന്ന വിദ്യാർത്ഥികളുടെ ബിരുദ സർട്ടിഫിക്കറ്റുകളിൽ പോലും വൈസ് ചാൻസലർമാരാണ് ഒപ്പിട്ട് കൊടുക്കേണ്ടത്. ആ സർട്ടിഫിക്കറ്റുകളുമായിട്ടാണ് തൊഴിൽ തേടാൻ പോകുന്നവരും ഉപരിവിദ്യാഭ്യാസത്തിന് പോകുന്നവരും യാത്രയാകേണ്ടത്. അതുപോലും തടസ്സപ്പെട്ടിരിക്കുന്ന അത്യപൂർവമായ ഒരു ദുസ്ഥിതി കേരളത്തിലുണ്ട് എന്നത് നാം കാണാതെ പോകരുത്. ആരാണ് ഇതിൻ്റെ യഥാർത്ഥ ഉത്തരവാദികൾ? ഇവിടെ ഒന്നാമത്തെ ഉത്തരവാദിത്വം ഭരിക്കുന്ന സർക്കാരിനാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം UGCയുടെ ചട്ടങ്ങൾ അനുസരിച്ച് ഏതെങ്കിലും ഒരു സർവകലാശാലയിൽ വൈസ് ചാൻസലർമാർ അവരുടെ കാലാവധി പൂർത്തീകരിച്ചു പോയാൽ പുതിയ വൈസ് ചാൻസലറെ നിയമിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കേണ്ടതായിട്ടുണ്ട്.
അതിൽ ചാൻസലർ എന്ന ഗവർണർ സ്ഥാനത്തിരിക്കുന്ന ആളിനും വളരെ ഗൗരവമായ ഉത്തരവാദിത്തങ്ങളുണ്ട്. അങ്ങനെ ചാൻസലറും ഭരിക്കുന്ന ഗവൺമെന്റും, അതായത് പ്രോ ചാൻസലർ പദവി വഹിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ തന്നെ ഗവൺമെന്റ് ആകമാനവും കൂടെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ സർവകലാശാലയിൽ മുഴുവൻ സമയ പ്രവർത്തനത്തിന് വൈസ് ചാൻസലർമാരെ നിയമിക്കാനായി സാധിക്കുകയുള്ളൂ. എന്നാൽ ഇവിടെ കഴിഞ്ഞ ചില വർഷങ്ങളായി കടുത്ത ഏറ്റുമുട്ടലിലാണ് ചാൻസലറും ഗവൺമെന്റും തമ്മിൽ. അതിന്റെ ദുരന്തം അനുഭവിക്കുന്നത് നിഷ്കളങ്കരും നിർദോഷികളുമായ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളുമാണ് എന്നുള്ളത് നാം ഓർക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ സർക്കാർ ഇത്തരത്തിൽ നിരുത്തരവാദപരമായ ഒരു നിലപാട് ഈ കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്? ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരാട്ടത്തിന് ഇരയാകേണ്ടത് നിർദോഷികളായ വിദ്യാർത്ഥികളാണോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അതായത് സമയത്ത് വൈസ് ചാൻസലറെ നിയമിക്കാനുള്ള നടപടി എന്ന് പറയുമ്പോൾ അതിനായി സെർച്ച് കമ്മിറ്റി രൂപീകരിക്കണം. അതിന് യൂണിവേഴ്സിറ്റി സെനറ്റിന്റെ പ്രതിനിധി അതിലുണ്ടായിരിക്കണം, ചാൻസലറുടെ പ്രതിനിധി ഉണ്ടായിരിക്കണം, UGCയുടെ പ്രതിനിധി ഉണ്ടായിരിക്കണം. ഈ 3 പേരടങ്ങുന്നതായ സെർച്ച് കമ്മിറ്റി കണ്ടെത്തുന്ന വിദ്യാഭ്യാസ വിദഗ്ധന്മാരുടെ പാനലിൽ നിന്നുള്ള ഒരാളിനെയാണ് ചാൻസലർ വൈസ് ചാൻസലറായി നിയമിക്കുന്നത്. എന്നാൽ സങ്കടകരം എന്ന് പറയട്ടെ, കേരളത്തിലെ മിക്ക സർവകലാശാലകളിലും പ്രതിനിധി അയക്കേണ്ടതായ സെനറ്റ് മുഴുവൻ ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള പ്രതിനിധികളെ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. നാമനിർദ്ദേശം ചെയ്തും തെരഞ്ഞെടുത്തും ഭരിക്കുന്ന CPMന്റെ അനുഭാവികളാണ് പല സെനറ്റുകളിലും ഭൂരിപക്ഷത്തും അംഗങ്ങളായിരിക്കുന്നത്. സർക്കാരും ഗവർണറും തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ ഫലമായി, അല്ലെങ്കിൽ ചാൻസലറുമായി ഏറ്റുമുട്ടുന്നതിന്റെ ഫലമായി ഈ സെനറ്റുകൾ പരിപൂർണമായ നിസ്സഹകരണം പാലിച്ചുകൊണ്ട് സെനറ്റിന്റെ പ്രതിനിധിയെ സെർച്ച് കമ്മിറ്റിയിലേക്ക് കൊടുക്കാതിരിക്കുവാൻ ബോധപൂർവം കാലവിളംബം വരുത്തുകയാണ്. അതിന് മൗനമായി ഒത്താശ ചെയ്തു കൊടുക്കുകയാണ് സർക്കാർ. അപ്പോൾ സർക്കാർ ചെയ്യുന്ന ഈ അക്ഷന്തവ്യമായ അപരാധം ഒരിക്കലും വകവെച്ചു കൊടുക്കുവാൻ സാധ്യമല്ല. അവർക്ക് താല്പര്യമുള്ള ആളുകളെ നോമിനേറ്റ് ചെയ്യണം. അങ്ങനെ അവരുടെ ആഗ്രഹമുള്ള ആളുകളെ വൈസ് ചാൻസലർമാരായി നിയമിക്കണം എന്നൊക്കെ ശാഠ്യം പിടിക്കുന്നത് വിദ്യാഭ്യാസത്തിന് ഗുണം ചെയ്യുന്നതല്ല, UGCയുടെ ചട്ടങ്ങൾക്ക് വിരുദ്ധവുമാണ്. ഏറ്റവും ഒടുവിൽ പ്രമാദമായ കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ പുനർനിയമനം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇടപെട്ട് റദ്ദാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ഭരിക്കുന്ന സർക്കാരും നിയമം മൂലം അധികാരത്തിലിരിക്കുന്ന ചാൻസലറും തമ്മിൽ ഏകോപിച്ച് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ സ്വയംഭരണാവകാശമുള്ള സർവകലാശാലകൾക്ക് സുഗമമായി പ്രവർത്തിക്കുവാനായി സാധിക്കുകയുള്ളൂ. എന്നാൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സൗകര്യമായി അവർ ഉപയോഗിക്കുകയാണ്. അവരോട് ആഭിമുഖ്യമുള്ള ആളുകൾ ഉൾപ്പെടുന്നതായ സെനറ്റിനെയും സിൻഡിക്കേറ്റിനെയും അവരുടെ പരിധിയിൽ നിർത്തിക്കൊണ്ട് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോവുകയാണ്. ഓരോ സിൻഡിക്കേറ്റ് മെമ്പർമാരൊക്കെ വിദ്യാഭ്യാസ വിദഗ്ധന്മാരൊന്നും അല്ലെങ്കിൽ പോലും സമിതികൾ കൂടി അവർക്ക് ഭാരിച്ച തുക അവർ TA ഇനത്തിലും അല്ലാതെ മറ്റ് അലവൻസ് ഇനത്തിലും എഴുതി വാങ്ങിക്കൊണ്ട് പോവുകയാണ്. ലക്ഷക്കണക്കിന് രൂപയാണ് ഈ തരത്തിൽ ധൂർത്തടിച്ച് സർവകലാശാലകൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. സാങ്കേതിക സർവകലാശാലയിൽ ഭരണം നടത്തുന്നത് CPMന് പ്രാതിനിധ്യമുള്ള അവരുടെ അംഗങ്ങളായിട്ടുള്ള കുറെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ചേർന്നാണ് എന്നുള്ള ആക്ഷേപം പരക്കെ ഉണ്ടായിട്ടുണ്ട്. മറ്റ് സിൻഡിക്കേറ്റുകളുടെ സ്ഥിതിയും അതിൽ നിന്ന് വ്യത്യസ്തമല്ല. CPMന്റെ നോമിനികളായ അല്ലെങ്കിൽ LDFലെ ഘടകകക്ഷികളുടെ നോമിനികളായ ആളുകൾ ഭൂരിപക്ഷമുള്ള സർവകലാശാലകളുടെ ഭരണസമിതികൾ വൈസ് ചാൻസലർമാർ ഇല്ല എന്ന സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് യഥേഷ്ടം സർവകലാശാലകളെ ഭരിക്കുകയും യാതൊരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും നടത്താതെ ഭാരിച്ച തുക ഈ തരത്തിൽ സ്വന്തം കീശയിൽ ഇട്ടുകൊണ്ട് പോവുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ദുരന്തങ്ങൾ അനുഭവിക്കുന്നത് നിർദോഷികളും നിഷ്കളങ്കരുമായ 10,000-കണക്കിന് വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളുമാണ്. ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്ക് യഥാസമയം മാർക്ക് ലിസ്റ്റോ സർട്ടിഫിക്കറ്റോ കിട്ടാൻ കഴിയാതെ പോകുന്നു. പരീക്ഷാ നടത്തിപ്പിന്റെ കലണ്ടർ ആകെ, അതിന്റെ താളക്രമം ആകെ തെറ്റിയിരിക്കുന്നു. മൂല്യനിർണയം കൃത്യമായ സമയത്ത് നടക്കുന്നില്ല. പരീക്ഷാ ഫലം തക്ക സമയത്ത് പുറത്തു വരുന്നില്ല.
അതുകൊണ്ടാണ് ഇപ്പോൾ പരക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം കേരളത്തിലെ വിദ്യാർത്ഥികൾ ഉന്നത പഠനത്തിനായി സംസ്ഥാനത്തിന് പുറത്തും രാജ്യത്തിന് പുറത്തും പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഇതിനെല്ലാം ചൂട്ടുപിടിക്കുന്നതായ സർക്കാരിന്റെ നിരുത്തരവാദപരമായ സമീപനം മാറ്റിയെങ്കിൽ മാത്രമേ സർവകലാശാലകൾ സുഗമമായി പ്രവർത്തിക്കുകയുള്ളൂ, വിദ്യാർത്ഥികളും രക്ഷിതാക്കളും രക്ഷപ്പെടുകയുള്ളൂ എന്ന് തിരിച്ചറിയണം. അതിനായിരിക്കണം പൊതുസമൂഹം ശബ്ദമുയർത്തേണ്ടത്. എന്തായാലും ഈ വൈസ് ചാൻസലർ ഇല്ല എന്ന സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ നടത്തുന്ന നീക്കങ്ങളെ പരാജയപ്പെടുത്തിയെങ്കിൽ മാത്രമേ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ നിലവാരം ഉയർത്തുന്നതിനും കാലാകാലങ്ങളിൽ അതിനുള്ള പരിഷ്കാരങ്ങൾ നടത്തി കോളേജുകളെയും അതുപോലെയുള്ള സ്ഥാപനങ്ങളെയും വികസിപ്പിക്കുന്നതിനും സാധിക്കുകയുള്ളൂ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ കാര്യത്തിൽ സർക്കാർ ഇനിയെങ്കിലും പിടിവാശി ഉപേക്ഷിച്ച് ഈ ഊരുചുറ്റൽ നാടകം അവസാനിപ്പിച്ച് വകുപ്പുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതാത് വകുപ്പുകളെ പുഷ്ടിപ്പെടുത്താനാണ് ശ്രമിക്കേണ്ടത് എന്നുള്ളതാണ് പൊതുസമൂഹത്തിന്റെ വികാരം.